ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ താഴ്വരയായ മുട്ടുകാടിലാണ്. ആ കുന്നിൻ്റെ മുകളിലെ മറുവശത്താണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നിങ്ങളെല്ലാവരെയും ഈ ഗ്രാമഭംഗിയിലേക്ക് സഹർഷം സ്വാഗതം. നമ്മുടെ കൊച്ചു ഭവനം. അതമ്മ, ഇതനിയൻ. പേരെന്താ? പേര് ലിജു. ലിജു. അത് കൊച്ചച്ഛൻ. എന്താ പേര്? ജയൻ. കാണാറുണ്ടോ? നമ്മുടെ പരിപാടി കാണാറുണ്ടോ? അപ്പൊ എന്താ എനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന്? ചക്ക പിടിങ്ങി തരാൻ തീരുമാനിച്ചേക്കും. അത് ശരി. അപ്പൊ അവിടെ ആ സാധനം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടി? ഇപ്പൊ സീസൺ ആണോ? ഇത് ഇവിടെ അടുത്തെങ്ങും കിട്ടാനില്ല, എന്നാലും ഇച്ചിരി അകലെ പോയി കൊണ്ടുവന്നാ. അത് ശരി. പിന്നെ ചക്കപ്പുഴുക്കും ചക്കപ്പുഴുക്കും കോഴിയിറച്ചി ആയിക്കോട്ടെ. സാധാരണ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചക്കപ്പുഴുക്ക് ചമ്മന്തിയാണ് അല്ലേ? പക്ഷേ കോമ്പിനേഷൻ എന്ന് പറയാനില്ല, എങ്കിലും വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ളതാണ്. അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ ചക്കപ്പുഴുക്കും ചമ്മന്തിയും പിന്നെ കോഴിക്കറി. ഹൈ റേഞ്ചിലൊക്കെ ഇച്ചിരി എരിവ് കൂട്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണം. അത് കുരുമുളകാണോ ചുവന്ന മുളകാണോ? അത് കുരുമുളക് പൊടിയും ചേർക്കും, ചുവന്നമുളക് പൊടിയും ചേർക്കും, പച്ചമുളക് എല്ലാം ചേർന്ന് വരുമ്പോ. അത് ശരി. എരിവിന് വേണ്ടിയിട്ട് മാക്സിമം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഹൈ റേഞ്ചിൽ ചേർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എരിവുള്ള നല്ല കോഴിയിറച്ചി കറിയും പിന്നെ ചക്കപ്പുഴുക്കും പിന്നെ ചമ്മന്തി. ഇത് കണ്ടപ്പോൾ തമിഴ് സിനിമയിലെ വില്ലനെ പോലെ തോന്നുന്നുണ്ടോ? തമിഴ് സിനിമയിലെ വില്ലനല്ല, ചക്ക വെട്ടാൻ വേണ്ടിയിട്ടാ. സാധാരണ ആള് കൂടിയാൽ പാമ്പ് ചാവില്ലെന്നാണ് പഴഞ്ചൊല്ല് അല്ലേ? പക്ഷേ ഈ ചക്ക വൃത്തിയാക്കുന്ന കാര്യത്തിൽ ആള് കൂടിയാലേ പാമ്പ് ചാവുള്ളൂ. ആള് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയാക്കിയിടാൻ പറ്റും. കാരണം ഒരുപാട് പണിയുണ്ടത്. ഇത് ഇപ്പം നമ്മൾ 3-4 പേര് ചേർന്നിരുന്നാണ് ചെയ്യുന്നത്. ഫാസ്റ്റായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നല്ല വിളഞ്ഞ ചക്കയാണ്. കറക്റ്റ് വിളവാണ്. ഇനി ആദ്യം ഈ ചക്ക അടുപ്പത്ത് വയ്ക്കണം അല്ലേ? അടുപ്പത്ത് വയ്ക്കണം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്കുള്ള അരപ്പും ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം എന്തായാലും ചക്ക പാത്രത്തിലാണ് നമ്മൾ ചക്ക പുഴുങ്ങാൻ പോകുന്നത്. ഒരു ചെറിയ പാത്രം നിറയെ ചക്കയുണ്ട്. ഇതാ ഇനി വെള്ളം ഒഴിച്ചു. ആ കറക്റ്റ് അളവിൽ ഒഴിച്ചു അമ്മ. കുറച്ച് ഉപ്പ് ആദ്യം ഇടണം. കരിവേപ്പില ഇടും. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ചക്ക വെച്ചു, അതിനുശേഷം ഉപ്പിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. നമ്മൾ ഈ കപ്പിനാണ് വെള്ളം എടുത്തത്. അതിൽ പകുതി വെള്ളം അതിനകത്ത് ഒഴിച്ചു. അത്രയും മതി അല്ലേ വേവാനായിട്ട്? പിന്നെ ഉപ്പും ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി ഇത് തീ കത്തിക്കാം. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കണം. അതിനുള്ള അരയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ: തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ചീനാപ്പറങ്കി എന്ന് പറയുന്ന കാന്താരി മുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 ചീരി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. കല്ലിൽ വെച്ച് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു ചക്ക മുഴുവൻ എടുത്തിട്ടുണ്ട് അല്ലേ പുഴുങ്ങാനായിട്ട്? അപ്പോൾ ഒരു ചക്കയ്ക്ക് എത്ര തേങ്ങ വേണം? ഒരു ചക്കയ്ക്ക് ഒരു തേങ്ങ ചേർത്താലും കുഴപ്പമില്ല. തേങ്ങ എന്തോരം ചേർത്താലും ടേസ്റ്റ് കൂടും അല്ലേ? അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അതിന് ടേസ്റ്റ് കൂടുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒരു തേങ്ങ ഉണ്ടോ? ഒരു മുറി തേങ്ങ. അപ്പോൾ വലിയ തേങ്ങയിൽ ഒരു മുറി തേങ്ങ, പാകത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 10 കാന്താരി മുളക് അല്ലേ?
ഒരു 10-12 കാന്താരി മുളക്, പിന്നെ എരിവെന്ന് പറയുന്നത് കാന്താരി മുളകാണ്. അപ്പോൾ ഒരു 10-12 കാന്താരി മുളക്, കുറച്ച് ജീരകം, ഒരു 10 ചീര് ഉള്ളി, ഒരു 3 ചീര് വെളുത്തുള്ളി. അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. തേങ്ങയും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരി മുളകും കൂടെ മിക്സ് ചെയ്ത അരപ്പ്. അത് നന്നായിട്ട് അരച്ചതല്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് മുഴുവൻ ചേർക്കാമല്ലോ. നമ്മുടെ ചക്കയുടെ മുകളിൽ അരപ്പും വെച്ചു. ഇനി ഇത് ഉടയ്ക്കുന്നത് ഇത് വെന്തതിന് ശേഷമാണ്. അപ്പോൾ ഇത് തൽക്കാലം അടച്ചു വെക്കാം. ഇനി നാടൻ കോഴിക്കറി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നാടൻ കോഴിക്കറിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിനകത്ത് സവാളയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ നാടൻ പച്ചമുളകാണ്. നാടൻ പച്ചമുളകും നാടൻ ഇഞ്ചി. ഇവിടെ തന്നെ ഇഞ്ചി കൃഷിയുണ്ട്, പച്ചമുളകും നട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല മുഴുപ്പുള്ള പച്ചമുളകാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി ആളുടെ പീസ്. ഇവിടെ തന്നെ ഉള്ളതാണ്, അത് തന്നെ പറഞ്ഞേ. ഒരൊറ്റ എണ്ണം കഴിച്ചാൽ മതി, ഒരു ദിവസത്തേക്കുള്ളതാവും. അപ്പോൾ ഇനി ഇത് ഞാനിത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഈ ക്രിക്കറ്റ് കളിക്കുന്നവരൊക്കെ കയ്യിൽ വെച്ച് വീശുന്ന ക്രിക്കറ്റ് ബാറ്റായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പറയുന്നത് ഇത് ചക്ക ഇളക്കുന്ന സാധനമാണ്. ഇതിൻ്റെ നയമ്പെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ തുടുപ്പെന്നാണ് പറയാം. കണ്ടോ, ഇത് എന്തിനാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഇല്ലിയാണല്ലേ. ശരി. അപ്പോൾ കുറേ കാലം ഇരിക്കണമെങ്കിൽ പനയുടെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമ്മുടെ അടയ്ക്കാമരമില്ലേ, ഇത് അടയ്ക്കാമരത്തിൻ്റെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നായമ്പ് അല്ലെങ്കിൽ തുടുപ്പ്. ഇനി ഇളയ്ക്കോ. എന്തോ അല്ലേ, നല്ലൊരു മണം വരുന്നുണ്ട്. ആ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം. ഇനി ഇത് കഴിക്കണമെങ്കിൽ ചിക്കനോടാവണം. ഇത് വലിയൊരു അന്യായമായി ഇപ്പോൾ. കാരണം നമ്മൾ ഇത്രയും ഒരു കലം നിറയാണ് ചക്ക വെച്ചത്, ഇപ്പം പകുതി പോലും ഇല്ലതാ. എന്തായത് ഇത് ഇളക്കുന്ന കണ്ടിട്ട് ഇതിൻ്റെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പോവാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ ഇനി നാടൻ ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ വലിയ പീസായിട്ട് അരിഞ്ഞതാണ്, തീരെ ചെറിയ പീസല്ല. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളകിൻ്റെ മണം ഇവിടെയൊക്കെ അടിക്കുന്നുണ്ട്, നല്ല നാടൻ പച്ചമുളകാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഇത് കടുക് വറുക്കാനായിട്ടുള്ളതാണ് അല്ലേ. ഇത് കടുക് വറുക്കാനായിട്ടുള്ള കൂട്ടം. കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ചുവന്ന മുളക് ചെറുതായി മുറിച്ചത്, പിന്നെ ഉപ്പ്. അപ്പോൾ നമ്മളിനി കോഴിക്കറി വെക്കാം. ഇനി ഇതിൻ്റെ സകല സംഭവം ഞാൻ അമ്മയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി ഞാൻ കൈവച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി മോശമാവും, പിന്നെ നിങ്ങൾ എന്നെ തല്ലും. അപ്പോൾ അമ്മ ഏറ്റെടുത്തോ. വെളിച്ചെണ്ണ ആദ്യമായിട്ട് ചട്ടിയിൽ ഒഴിക്കണം. ഇതിന് അളവൊന്നുമില്ല, ഒരു ഉദ്ദേശ കണക്കാണ് അല്ലേ. ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മുടെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഉദ്ദേശ അളവാണ്. ഇപ്പോൾ കടുകും പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇത് കറിവേപ്പില ഇതെല്ലാം കൂടെ കൂടി ഇതിനകത്തേക്ക് ഇടുന്നു. ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ മുളക് മുറിച്ചത്, കറിവേപ്പില. ഉള്ളിയുടെ പരുവായോ? നോക്കണം കുറച്ചുകൂടി. നന്നായി കടുക് വറുത്തു. ഇനി ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. കണ്ടോ, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞത്. ഇനി ഇതിടാമല്ലോ. ഇഞ്ചി ഇട്ടപ്പോഴത്തേക്ക് ഒരു മണം വരാൻ തുടങ്ങി. സവാള, ചെറിയ ഉള്ളി, മുളകരിഞ്ഞത്, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇടാൻ പോവാണ്. നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഈ ഉള്ളി വാടി വരണം അല്ലേ? ഇനി ഉള്ളി നല്ലപോലെ വാടി വഴണ്ടി വരണം. അമ്മ ഇത് എങ്ങനെ ആരെടുത്തുനിന്നാ പഠിച്ചേ ഈ ഇത് ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ നമ്മൾ ചക്ക ഒരുമാതിരി കുഴഞ്ഞ പരുവത്തിനാണ് ഇരിക്കുന്നത്. അതിനകത്ത് കുറച്ച് കറിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കണം, അപ്പോഴേ ഒരു ടേസ്റ്റ് കൂടുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർത്തേക്കുന്നത് കുറച്ച് കൂടുതലാണ്. പച്ചമുളക് ചേർത്തേക്കുന്നത് ആദ്യമേ ഇവർ പറഞ്ഞു ഈ ഹൈ റേഞ്ചിൽ ഉണ്ടാക്കുന്ന കോഴിക്കറിക്ക് കുറച്ച് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ തണുപ്പ് സ്ഥലമാണ്, അപ്പോൾ ഇച്ചിരി എരിവുള്ള കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞു, ഒരു ചെറിയ മണമൊക്കെ വരാൻ തുടങ്ങി. ഇനി എന്താ ചേർക്കണ്ടേ? മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയാ? ഈശ്വര, പച്ചമുളക് ഒരുപാടുണ്ടായിരുന്നു, ചുവന്ന മുളക് പൊടിയും കുറേ ചേർത്തു. ഇപ്പോൾ ഒരു സ്പൂൺ അല്ലേ, വലിയ സ്പൂണിന് ഒരു സ്പൂൺ നിറയെ എടുത്തു. ഇനി മല്ലിപ്പൊടി ഒരു സ്പൂൺ, വലിയ സ്പൂണിന് ഏകദേശം വലിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി. കുറച്ചും കൂടെ ഇട്ട് മല്ലിപ്പൊടി ഇച്ചിരി അധികം വേണം അല്ലേ? അപ്പോൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇനി മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. ഇനി കുരുമുളക് പൊടി കുറച്ച് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി എന്താ? ഇനി ഇറച്ചി കഷ്ണം ഇടാം. ഇടാറായി കിട്ടും. അപ്പോൾ ഇറച്ചി കഷ്ണം ഇട്ടു. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ഇറച്ചി ഇട്ടു. ഇനി ഈ മസാലയൊക്കെ ഇതിനകത്ത് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് പാകത്തിന്. ഇനി ഈ മസാല എല്ലാം കൂടി ഇതിൽ പിടിപ്പിച്ചു കൊടുക്കണം. ഇത് ഇച്ചിരി വലിയ പീസായിട്ടാണ് ഇതിലെ കോഴിയുടെ പീസുകൾ വലിയ പീസുകളായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ മസാലയൊക്കെ പിടിച്ചു വന്നു. ഇനി എന്താ ചെയ്യണ്ടേ? തീ കൂട്ടി കുറച്ച് നേരം വെച്ചേക്കണം അല്ലേ? ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. അളവ് അമ്മയ്ക്ക് അറിയുള്ളൂ, അപ്പോൾ അമ്മ ഒഴിച്ചു. കുറച്ച് മതി അല്ലേ? കുറച്ചും കൂടി ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ പോരാ, അമ്മ സ്വന്തമായിട്ട് ഇളക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു, കാരണം നമ്മൾ ഇത്തിരി ചാറുള്ള ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം ഊറിയിറങ്ങും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു, കാരണം ഇത്തിരി ചാറുള്ള ചിക്കനാണ്, കോഴിക്കറിയാണ് നമ്മൾ വെക്കുന്നത്. ഇനി അടച്ചു വെച്ച് വേവിക്കണം അല്ലേ? ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. ഒഴിച്ച് ഇത് ഒന്ന് ഇളക്കണം. ശരി, ഓരോ മിൽക്ക് പണികളൊക്കെ ഉണ്ട് അല്ലേ? കുറച്ച് ഒഴിച്ചാകട്ടെ. അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കും അല്ലേ? ഒന്ന് ഇളക്കി കൊടുത്താൽ. അപ്പൊ ചക്ക വെക്കുന്ന സമയത്ത് അവസാനം അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ടേസ്റ്റ് കൂടും അല്ലേ? ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു മണവും കിട്ടും. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഈ ചക്കയിലോട്ട് ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കണം അവസാനം. ആ തീയൊക്കെ അണച്ചതിന് ശേഷം മതി അല്ലേ? മാറ്റി വെച്ചിട്ട് ചക്ക റെഡിയാണ്. ഈ കോഴിക്കറി, നാടൻ കോഴിക്കറി, ഹൈ റേഞ്ച് സ്റ്റൈല് നാടൻ കോഴിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഒരു സാധനം, ഒരു ഡിഷും കൂടിയേ ഉള്ളൂ. അത് ചമ്മന്തിയാണ്. ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: തേങ്ങ ചിരകിയത്, ഉള്ളി, ഇത് സാധാ ചമ്മന്തി അല്ലേ? ഉള്ളി, തേങ്ങ, ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി, ഇത്രയും സാധനങ്ങളാണ്. ഇത് കൂട്ടി ശരിക്കും അരച്ച് സാധാ ചമ്മന്തി അരച്ച് ഉരുട്ടി കട്ടച്ചമ്മന്തിയാണ്. അപ്പൊ ഇതില് എന്തെങ്കിലും വറുത്തിടാനൊക്കെ ഉണ്ടോ? കുറച്ച് മുളക് ഒന്ന് ചൂടാക്കിയത് ആ തീയില് ഒന്ന് ചുട്ടെടുക്കണം അല്ലേ? ചുട്ട മുളക് വെച്ചാണ് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്.
തേങ്ങ ചിരകിയത്. ഇതിപ്പോൾ ഒരു കാൽമുറി തേങ്ങ ഉണ്ടാവും. കാൽമുറിയുണ്ട്. അപ്പോൾ ഒരു തേങ്ങയുടെ കാൽമുറി തേങ്ങ, കറിവേപ്പില ഇത്രയും വേണ്ടല്ലോ, ഒരു 2-3 ഇല ഇട്ടാൽ പോരെ. 2-3 ഇല. പിന്നെ ചെറിയ ഒരു എന്ന് വെച്ചാൽ ചെറിയൊരു കാട്ടുനെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുത്ത വാളംപുളി, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ മുളക്, ചുവന്ന മുളക്, ഇഞ്ചി. ചുവന്ന മുളകിന് പ്രത്യേകത അത് ചുട്ടെടുത്ത് വേണം ചമ്മന്തി അരയ്ക്കാൻ. ചുട്ടെടുത്ത ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് വേവുന്ന സമയമെടുക്കും, ഇത് ചമ്മന്തി അരച്ചെടുക്കുന്ന സമയമെടുക്കും. ഏകദേശം എല്ലാ സാധനങ്ങളും റെഡിയായിട്ട് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചക്ക റെഡിയാണ്. കണ്ടോ, നല്ല മഞ്ഞ കളറിൽ ചക്കയും ചുവപ്പ് കളറിൽ ചമ്മന്തിയും, പിന്നെ രണ്ടും അല്ലാത്ത പരുവത്തിന് നമ്മുടെ കോഴിക്കറി, നാടൻ കോഴിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ഒരു തക്കാളി ചേർക്കാം. ഒരു തക്കാളി അവസാനം. അതൊന്ന് വെന്ത് വരുമ്പോഴാണ് അല്ലേ? അത് വെന്ത് വാങ്ങാറാകുമ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം. അപ്പോൾ അവസാനത്തെ പൊടിക്കൈകളാണ്. ഒരു കൊച്ചു ചെറിയ തക്കാളി, വലിയ തക്കാളി ചേർത്ത്, വലിയ തക്കാളിയോ കുറച്ചധികം തക്കാളിയോ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് മധുരം കൂടും. കാരണം ഹൈ റേഞ്ച് സ്പെഷ്യൽ കോഴിക്കറിയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ച ഏലക്കായ അല്ലേ, ഇത് പച്ച ഏലക്കായ അവസാനം ഈ തക്കാളി ഇടുന്നതിനോട് കൂടി പച്ച ഏലക്കായ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എത്ര എണ്ണം വേണം? 2 ഇട്ടാൽ മതി. അപ്പോൾ ഒരു 2-3 പച്ച ഏലക്കായും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മണവും കിട്ടും. റെഡിയാണോ? സംഭവം റെഡിയാണോ? ഇപ്പം നല്ല കുഴമ്പ് വരുവായി വരുന്നു. വെന്തു. അപ്പോൾ നമുക്കിനി കഴിക്കണം. ഇനി കഴിക്കാം. കഴിക്കുന്ന നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ. ഏതാണ്? ഉപ്പൊക്കെ കറക്റ്റാ. ഇതിനിടയിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കറി റെഡിയാണ്. അത് ഹൈ റേഞ്ച് സ്റ്റൈൽ. അവസാനം നമ്മൾ പച്ച ഏലക്കായൊക്കെ ഇട്ട കോഴിക്കറിയാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗി. അതുപോലെ നല്ല ചുവന്ന ചമ്മന്തി ഉണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ടേസ്റ്റ് ചെയ്തില്ല. ആഹാ, നല്ല എരിവും പുളിയൊക്കെ ഉള്ള. ആരച്ചത്? സ്ഥിരം ചമ്മന്തി അരയ്ക്കുന്ന ഒരാളാണിത്. അപ്പോൾ കോഴിക്കറി റെഡി, ചമ്മന്തി റെഡി, ചക്കയും റെഡി. അപ്പോൾ എന്തായാലും വിളമ്പട്ടെ ഞാൻ. ഇതുകൊണ്ടാണ് എനിക്ക് ആക്രാന്തമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചക്ക റെഡിയാക്കിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അതുപോലെ ആ ചക്ക റെഡിയാക്കിയ എല്ലാവരും കൂടി ചേർന്നാണ് നമ്മളിത് കഴിക്കുന്നത്. എല്ലായിടത്തും സോഷ്യലിസം